അച്ഛനെ കൊല്ലുന്നതിന് മുമ്പ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ രോമം നീക്കി. മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും. കിളിയൂരിലേതും സാത്താൻ സേവ. കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിൽ അന്വേഷണം വഴിത്തിരിവിലേക്ക്. കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ജോസിനെ കൊല്ലുന്നതിന് മുമ്പ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രജിന്റെ മുറിയിലെ ബാത്റൂമിനുള്ളിൽ രോമങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ജോസിനെ കൊന്നത് അതിക്രൂരമായി എന്നാണ് ഭാര്യ സുഷമയുടെ മൊഴി. ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നവരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല. ജോസിനെ കൊന്നതിന് ശേഷം പ്രജിൻ ആദ്യമായി സംസാരിച്ചത് അച്ഛന്റെ സഹോദരൻ ജയനോടാണ്. അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നുവെന്നാണ് പ്രജിൻ പറഞ്ഞതെന്ന് ജയൻ വെളിപ്പെടുത്തി. അതേസമയം തന്നെ മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന് അമ്മ സുഷമകുമാരിയുടെ വെളിപ്പെടുത്തൽ പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. മകന്റെ ആഭിചാരത്തെക്കുറിച്ച് അച്ഛന് വ്യക്തമായ സംശയമുണ്ടായിരുന്നു. ചില തെളിവുകളും കിട്ടിയിരിക്കാമെന്ന് പോലീസ് കരുതുന്നു. ഇത് പുറത്തു വരാതിരിക്കാനാകാം കൊലയെന്ന സംശയവും പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റാരുടെയോ സമ്മർദ്ദവും കൊലയ്ക്ക് കാരണമായി മാറാനുള്ള സാധ്യത ഏറെയാണ്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായും നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു. കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിക്കുകയും ചെയ്തു. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളെ കുറിച്ചാണ് അമ്മയ്ക്ക് സംശയം. ഈ സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കും. നെയ്യാറ്റിൻകര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചിരുന്നത്. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമവും പ്രജിനുണ്ടായിരുന്നു. പിന്നീട് 1.5 ലക്ഷത്തോളം രൂപ ചിലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയി. ഇതിനുശേഷമാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതിനുശേഷം പള്ളിയിൽ പോലും പോകാറില്ലായിരുന്നു. മുറിയടച്ചിരിക്കുന്നത് പതിവാക്കിയിരുന്നു. മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി മകന്റെ അടിമകളായി ജോസിനും സുഷമയ്ക്കും കഴിയേണ്ടി വന്നത്. രാത്രികാലങ്ങളിൽ ഇരുവരെയും വീടിന് പുറത്താക്കി വീട് പൂട്ടുക, അച്ഛനെ മർദ്ദിക്കുകയും അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുമരിനോട് ചേർത്ത് ഉയർത്തി നിർത്തുക തുടങ്ങി ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഉപദ്രവിച്ചുവെന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തിയത്.